നമസ്കാരം. തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാടം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് നാഷണൽ ഹൈവേയുടെ പേരിൽ ഒരു കുന്ന് ഇടിച്ചു നിരത്തി അപകട അവസ്ഥയിലായ ഒരു പ്രദേശമാണ് പള്ളിപ്പാടം. ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കുന്നിടിക്കൽ. അധികൃതരുടെ ഒത്താശയോടെ നടന്ന വ്യാപകമായ കുന്നിടിച്ചു നിരത്തി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്ന ഈ പ്രക്രിയ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പല പരാതികളും പല നിവേദനങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ ഈ മഴക്കാലത്ത്, ഈ പ്രളയകാലത്ത് ഇതിന് തൊട്ടടുത്തുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ വീട്ടുകാരോടും മാറി താമസിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അധികൃതർ തന്നെ. ഏത് അധികൃതരാണോ കണ്ടില്ലെന്ന് നടിച്ചത് അവർ തന്നെ വന്നു പറയുന്നു ജനങ്ങളോട് മാറി താമസിക്കാൻ. ഇവിടെ നമ്മുടെ ശിവാലയ കമ്പനി ഒരു ഹൈവേയുടെ പേരും പറഞ്ഞിട്ട് ഇവിടുന്ന് മണ്ണെടുപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ പള്ളിപ്പാടം. ഇതിൻ്റെ അടിയിൽ മദ്രസ, സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭീഷണി ജനങ്ങൾക്ക് സ്വത്തിനും മുതലിനും ഭീഷണിയാണെന്നും അതേപോലെ പ്രളയം പോലെ മണ്ണെടുപ്പിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വില്ലേജ് ഓഫീസിൽ നിന്ന് മുതൽ നമ്മൾ പരാതികളായിട്ട് പോയിട്ടുള്ള ജില്ലാ കളക്ടർ എല്ലാവർക്കും പരാതി കൊടുത്താണ്. ഇത് 16/1/2024 ഇതിൻ്റെ മുൻകൂട്ടി കണ്ടിട്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇതിൽ പ്രളയം വരുന്ന മണ്ണെടുപ്പിന്റെ ഒരു അവസ്ഥ ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു മണ്ണെടുപ്പിന്റെ ഭാഗമായിട്ടൊരു തട്ട് രീതിയിലല്ല ഇവർ ഇത് എടുത്തേക്കുന്നത്. അതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്കും ജീവനും സ്വത്തും സംരക്ഷണമാണ് വേണ്ടത്. അപ്പോൾ അന്നൊക്കെ അധികാരികൾ പറഞ്ഞ എന്താ വെച്ചാൽ ഇവിടെ മണ്ണെടുപ്പ് ഉണ്ടാവില്ല, അങ്ങനെ സംഭവിക്കില്ല. അധികം വേനൽക്കാലത്ത് പോലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വന്ന ചില ചാനലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരെന്നെ വന്ന് പറയാണ് ഇവിടെ മണ്ണെടുപ്പിന് സാധ്യത ഭീഷണിയുണ്ട്, മണ്ണിടിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ മാറി താമസിക്കുമെന്ന് പറഞ്ഞ്. ഇതിപ്പോ ഈ മണ്ണെടുപ്പ് മണ്ണെടുക്കാൻ ഇതിനൊരു പെർമിഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ? ലൈസൻസ് അതെവിടുന്നാ കിട്ടിയത്? ഇത് നമ്മൾ ഇവിടെ ജിയോളജി വകുപ്പാണ് ഇതിന്റെ കംപ്ലീറ്റ് ലൈസൻസ് കൊടുത്തത്. എല്ലാ അധികാരികളും അങ്ങോട്ടും പരസ്പരം മാറി കളിക്കാൻ. ഞങ്ങൾ ഇവിടുന്ന് വില്ലേജ് ഓഫീസ് മുതൽ പഞ്ചായത്ത് മുതൽ ഞങ്ങൾ കളക്ടർ വരെ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളും ഞാനും കൂടി പരാതി കൊടുത്തതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾ മുന്നതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞ് ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഇവിടെ മണ്ണെടുപ്പ് വരും, ഇവിടെ മറ്റേ കുറാഞ്ചേരി ഇപ്പൊ വയനാടൊക്കെ ഉണ്ടായ പോലെ സംഭവം ഇവിടെ സംഭവിക്കുന്ന ഞങ്ങൾ പറഞ്ഞു. അതുപോലെ നല്ല വേനൽക്കാലത്ത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെള്ളം തള്ളിയിട്ട് അത് അവർ മൂടി വെച്ചിട്ടാണ് ഇവിടെ മണ്ണെടുത്തത്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കും, ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭീഷണിയാവും ഈ മണ്ണെടുപ്പ് എന്ന് ഇവർ തന്നെ പല സ്ഥലങ്ങളിലും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പരാതി ഒന്നും ആരും ചെവിക്കൊണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കൊടുത്ത ആ പരാതി എന്താണോ അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. ഇവിടുത്തെ ആളുകളോടൊക്കെ മാറി താമസിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന ആളാണോ? നിങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞു. പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, മാറി താമസിക്കണം, പേരെഴുതി കൊണ്ടുപോയി അവര് സ്കൂൾക്ക് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര കുടുംബങ്ങളുണ്ട് ഈ പ്രദേശത്ത്? 200ഓളം ഉണ്ടാവും. 200ഓളം കുടുംബങ്ങൾ. അപ്പൊ അവരോടൊക്കെ വന്നിട്ട് ഈ മഴ പെയ്തപ്പോ മാറി താമസിക്കണം. എന്റെ ഭാര്യ വയ്യാണ്ട കിടക്കണതാ, 18 കൊല്ലായി, അരക്കത്ത് ചലനില്ലാണ്ട് അവരെയും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയി. എത്ര കിലോമീറ്റർ അപ്പുറം എടുത്തുകൊണ്ടായിട്ടാണ് ഇവരൊക്കെ കൂടിയിട്ട് എടുത്തുകൊണ്ടായിട്ടാണ് മാറ്റിയത്. ഈ മണ്ണെടുപ്പ് തുടങ്ങുമ്പോഴേ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സ്ഥലമാണിത്, എടുക്കരുത്. അപ്പൊ അന്ന് ഞങ്ങള് പഞ്ചായത്തിലൊക്കെ പോയി പരാതി പെട്ടിട്ട് അവർ പോലീസുകാരനെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു അതി ഗുണ്ടാ പ്രവർത്തനം പോലെയാണ്, ഭീഷണിയായിരുന്നു. എന്നിട്ട് എടുക്കാൻ അവർക്ക് മറ്റേ കേസ് ഡൽഹിയിലാവും, ഹൈദരാബാദിലാവും, അവിടെ പോയി കേസ് നടത്തിട്ട് വരും, അങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അവര്. ഞങ്ങൾ അവരോട് പറഞ്ഞതാണ്. അപ്പൊ പോലീസുകാരൊക്കെ അന്ന് അവർക്ക് കൂട്ടായിരുന്നു. ഇപ്പോ അവര് പോലീസുകാരൊക്കെ വന്നിട്ട് പറയാണ് ഇവിടെ മാറി താമസിക്കണം എന്ന് പറഞ്ഞാണ്. പള്ളിപ്പാടം പ്രദേശത്തെ സംബന്ധിച്ച് വലിയ എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ അതിൽ ഒന്നാം പ്രതി ഈ ജില്ലയിലെ ജിയോളജി വകുപ്പാണെന്ന് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഇവിടെ ഇത്രയും ഏകദേശം 400 വീടുകൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് ഈ പള്ളിപ്പാടം പ്രദേശം. ഈ പള്ളിപ്പാടം പ്രദേശത്തെ ജനങ്ങളുടെ സ്വത്തിനോ ജീവനോ സംരക്ഷണം കൊടുക്കാത്ത ഭരണാധികാരികളും
അതോറിറ്റികളോട് എന്താണ് പറയാനുള്ളത്? അധികാരികളെ അതിന് വേണ്ടപ്പെട്ട ഇനി ഇവിടുത്തെ ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് വന്ന് ഇവിടെ ഇത് ഈ സ്ഥലം പരിശോധിച്ച് ഇവിടുന്ന് ഇനിയുള്ള ഇവിടെ 2-3 കോറികൾ പ്രദേശിക്കുന്നുണ്ട്. അത് ബ്ലാസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഒരു ദുരന്തത്തിനുള്ള വകുപ്പുകളുണ്ട്. ഇതിന്റെ നേരെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് 2 കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കല്ല് ഖനനം നടക്കുന്നുണ്ട്, കല്ലെടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഖനനമാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഖനനം. ക്രഷർ ഉണ്ടോ? ക്രഷറാണ്, SK എന്ന് പറഞ്ഞിട്ടുള്ള ക്രഷറാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കോറി തിരുമറ്റൂട് പഞ്ചായത്തിലാണോ പ്രവർത്തിക്കുന്നത്? 11-ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. 11ാം വാർഡിലാണ്. അതായത് നിങ്ങളുടെ വാർഡില്? ഈ വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് മണ്ണെടുക്കുന്നു, മറുഭാഗത്ത് കോറി നടത്തുന്നു. 2 തരത്തിലുള്ള ഭീഷണിയാണ്. ഒരു തരത്തില് കല്ല് പൊട്ടിച്ചിട്ടുള്ള ഭീഷണിയും, മറുഭാഗത്ത് ഒരു കുന്നിനെ ഒന്നാകെ നാഷണൽ ഹൈവേ പറഞ്ഞിട്ട് നാഷണൽ ഹൈവേക്ക് ഇവിടെയുള്ള ആളുകൾ ആരും എതിരല്ല. പക്ഷെ ജനങ്ങൾ പാർക്കാത്ത ഒരുപാട് മിച്ചഭൂമി മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന സംബന്ധമാണ്. ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വഴി വന്നിട്ട് മണ്ണ് ഖനനം ചെയ്തിട്ട് ജനങ്ങൾക്ക് എതിരുള്ള ദുരന്തം വരുത്തി വെക്കുകയാണ് അധികാരികൾ ചെയ്യുന്നത്. ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അന്ന് കണ്ടില്ലെന്ന് നടിച്ച അതേ പഞ്ചായത്ത് അധികൃതർ, അതേ വില്ലേജ് ഓഫീസർമാർ, അതേ ജിയോളജി വകുപ്പ്, അതേ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഈ ജനങ്ങളോട് മാറി താമസിക്കാൻ പറയുന്നു. ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നാഷണൽ ഹൈവേയുടെ പേരിലാണ് ഇവിടുന്ന് ഇങ്ങനെ ഗുരുതരമായ ഈ മണ്ണെടുപ്പ് നടന്നത്. ഈ പാവപ്പെട്ടവരുടെ ശബ്ദം കേൾക്കാൻ ഇവിടെ ജീവിക്കുന്നതൊക്കെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരാണ്. അവരൊക്കെ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ല, അവരുടെ രോഗിയായി കിടക്കുന്ന ആളുകളെ എടുത്തുകൊണ്ട് കുടുംബ വീടുകളിലേക്ക് പോകുന്ന അവസ്ഥ. അതുകൊണ്ട് അധികാരികളോട് പറയാനുള്ളത്, ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണം. താൽക്കാലികമായിട്ടാണ് ഇപ്പോഴും മണ്ണെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നത്. ഏത് സമയത്തും ഒരുപക്ഷെ അവർക്ക് മണ്ണെടുപ്പ് തുടരാൻ കഴിയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിയോജക മണ്ഡലമാണ്, മന്ത്രിയുടെ ഇടപെടലാണ് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ കാരണമെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.